കോഴിക്കോട് ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളുടെ പറുദീസയാണ് തുഷാരഗിരി. വനത്തിലൂടെ വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചുള്ള യാത്രയാണ് തുഷാരഗിരിയുടെ ഹൈലൈറ്റ്. കോടഞ്ചേരി പഞ്ചായത്തിൽ പുതുതായി ആരംഭിച്ച ടൂറിസം വികസന സമിതിക്കൊപ്പം റിപ്പോർട്ടർ സംഘം നടത്തിയ വനയാത്രയുടെ കാഴ്ചകളിലേക്ക്. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് തുഷാരഗിരി. വനത്തിലൂടെ നടന്ന വെള്ളച്ചാട്ടങ്ങൾ കണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളിച്ചുള്ള യാത്ര ഒരിക്കലും മറക്കാൻ കഴിയില്ല. വനം വകുപ്പിൻ്റെ ഇക്കോ ടൂറിസം സെൻ്ററും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇപ്പോഴിതാ കോടഞ്ചേരി പഞ്ചായത്തും ടൂറിസം വികസന സമിതി രൂപീകരിച്ച ഈ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. കോഴിക്കോട്, വയനാട് ജില്ലകളുടെ അതിർത്തിയിലുള്ള വനമേഖലയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടമുള്ളത്. ആദ്യത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് ഏത് സമയത്തും പ്രവേശനമുണ്ട്. പക്ഷേ വേനൽക്കാലത്ത് മാത്രമേ ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കാൻ അനുമതിയുള്ളൂ. 2-3 വെള്ളച്ചാട്ടത്തിലേക്ക് വേനൽക്കാലത്ത് മാത്രമേ പ്രവേശനമുള്ളൂ. മഴക്കാലത്ത് അനുമതിയില്ല. ആ വെള്ളച്ചാട്ടങ്ങളിലേക്ക് പോകണമെങ്കിൽ കിലോമീറ്ററുകളോളം അതിസാഹസ്യമായി വനത്തിലൂടെ നടക്കുകയും ചെയ്യണം. ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗി, ക്ലൈമറ്റ്, രാവിലത്തെ നല്ല തണുത്ത കാലാവസ്ഥ, കോടമഞ്ഞ് എല്ലാം പുറമേ നിന്ന് വരുന്നവർക്ക് ഒത്തിരിയേറെ സന്തോഷം നൽകുന്നതാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും ഒക്കെ ഉള്ള ഒത്തിരി ആളുകൾ വരുന്നുണ്ട് ഇങ്ങോട്ട്. മറ്റൊരു ആകർഷണം ട്രക്കിംഗ് ഉണ്ട്. 3-ാം വെള്ളച്ചാട്ടം വരെ ഇപ്പോൾ ഡിസംബർ 1 മുതൽ ആരംഭിക്കുകയാണ്. ഈ വെള്ളച്ചാട്ടങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, 1ാമത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നമുക്ക് നന്നായിട്ട് കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ഏത് മഴക്കാലത്തും ഈ തുഷാരഗിരി നമുക്ക് അകലെ നിന്ന് കാണാനുള്ള സൗകര്യമുണ്ട്, അപകടമില്ലാതെ. ചെറിയ അടിപൊളിയാണ്. സൂപ്പർ വെള്ളമുണ്ട്, നല്ല ക്ലൈമറ്റ്. എല്ലാ ടൂറിലും കുട്ടികളാണല്ലോ, അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സുകളാണ്. തുഷാരഗിരിയിൽ ഒരു അത്ഭുത മരമുണ്ട്. ആ മരത്തിനകത്താണ് ഞാൻ നിൽക്കുന്നത്. ഒരു താന്നിമരമാണ്. ഈ താന്നിമരത്തിൻ്റെ അകം മുഴുവൻ പൊള്ളയാണ്. ഈ മരത്തിൻ്റെ അകത്തൂടെ എത്ര ആളുകൾക്ക് വേണമെങ്കിലും കയറി ഇറങ്ങാം. ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ആകാശം കാണാം. പക്ഷേ ഈ മരം ഉണങ്ങിയിട്ടില്ല. നല്ല ശിഖരങ്ങളുള്ള മരമാണ്. ഏകദേശം 300 വർഷം പഴക്കമാണ് ഇപ്പോൾ പറയുന്നത്. ഇതിൻ്റെ ചുറ്റുപാടുള്ള മുഴുവൻ മരങ്ങളും വെട്ടിപ്പോയതാണ്. ആ വെട്ടിപ്പോയ സമയത്ത് ഇതിനുള്ളിൽ പൊള്ളയായതുകൊണ്ടാണ് ഇത് അന്നത്തെ വനം കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടത്. വേനൊക്കെ ഒത്തിരി ഈ ടൗൺ ഏരിയയിൽ നിന്നൊക്കെ ഉള്ളവർ വേനൊക്കെ ഇവിടെ വരുന്നത്. പ്രദേശത്തിൻ്റെ വികസനം സാധ്യമാകുന്നതെന്ന് പറയുന്നത് അവിടുത്തെ ടൂറിസം മേഖല കൃത്യമായി മെച്ചപ്പെടുമ്പോഴാണ്. അപ്പം നമ്മുടെ ഒരു ഹരിത ടൂറിസമായിട്ട് മാറ്റാനുള്ള പ്രഖ്യാപിത നടപടികളുമായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്നതാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം. വയനാടിനോട് ചേർന്ന് കിടക്കുന്ന ടൂറിസം സ്പോട്ടായതിനാൽ വയനാട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് തുഷാരഗിരിയും അതിൽ ഉൾപ്പെടുത്താം. വീഡിയോ ജേർണലിസ്റ്റ് മകേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസിന് റിപ്പോർട്ടർ. സിനോജ ഈ ഒറ്റയ്ക്കൊക്കെ പോയി ആസ്വദിച്ചിരിക്കുകയാണ്. ഞാനും പോകുന്നുണ്ട് എന്തായാലും.